മാസം നമ്മൾ അടുത്തുള്ളൊരു വില്ലേജുമായിട്ട് ഒരു 10-40 ദിവസത്തെ ട്രിപ്പ് കാണും എക്സാമിന്. ഈ ഒരു ബോക്സും പിടിച്ചുകൊണ്ട് വേണം നമ്മൾ എക്സാമിന് പോയിട്ടിത് കാണിക്കാൻ വേണ്ടി. എനിക്കറിയത്തില്ലായിരുന്നു എങ്ങനെ അപ്ലൈ ചെയ്യണം, എന്താണ് ചെയ്യേണ്ടതെന്ന് കൂടി എനിക്കറിയാം. ലാസ്റ്റത്തെ വീഡിയോയ്ക്ക് ഒരുപാട് പോസിറ്റീവ് റെസ്പോൺസ് വന്നു. എനിക്ക് കുറേ മെയിൽസും നെയിംസും ഒക്കെ വന്നു. BSc അഗ്രികൾച്ചറിൻ്റെ സ്കോപ്പ് ഡീറ്റെയിൽസ് നിങ്ങളുടെ ചോദ്യങ്ങളൊക്കെ ഒരു ബുക്കിലാക്കി വെച്ചിട്ടുണ്ട്. എങ്ങനെയാണ് അഡ്മിഷൻ, എങ്ങനെയാണ് കാര്യങ്ങൾ എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് ഹെൽപ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. എൻ്റെ പേര് നമിത. ഞാൻ BSc അഗ്രികൾച്ചർ ഗ്രാജുവേറ്റ് ആണ്. ഞാൻ പഠിച്ചത് കേരളത്തിൻ്റെ പുറത്ത് ഒരു പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയിലാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ട് എങ്ങനെയാണ് BSc അഗ്രികൾച്ചറിലോട്ടുള്ള അഡ്മിഷൻ. ഇത് രണ്ട് രീതിയിലാണ് അഡ്മിഷൻ എടുക്കുന്നത്. ഞാൻ പഠിക്കുമ്പോൾ ഒക്കെ ICARന് UG എക്സാമാണ്. പക്ഷേ ഈ വർഷം തൊട്ട് CUETയുടെ UG എക്സാമാണ് നാഷണൽ സീറ്റിലേക്ക് അഗ്രികൾച്ചർ കൊണ്ടുവരുന്നത്. അല്ലാതെ കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിലാക്കുകയാണെങ്കിൽ ഇത് മാത്രമല്ല, നീറ്റ് എഴുതിയിട്ട് കീം വഴി നമുക്ക് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിലോട്ട് കയറാവുന്നതാണ്. ഐക്കർ സീറ്റ് ഒരു കുറച്ച് ശതമാനമേ ഉള്ളൂ. അപ്പോൾ കൂടുതലും കീം വെച്ചിട്ടാണ് നമുക്ക് കേരള യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടുന്നത്. +2 കഴിഞ്ഞത് 2020-ലാണ്. എനിക്ക് ഈ എക്സാമിനെ പറ്റി ഡീറ്റെയിൽസിനെ പറ്റി ഒന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. എങ്ങനെ അപ്ലൈ ചെയ്യണം, എന്താണ് ചെയ്യേണ്ടതെന്ന് കൂടി എനിക്കറിയത്തില്ലായിരുന്നു. ഞാൻ ഐക്കറിൻ്റെ എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നു. പക്ഷേ നടന്നത് ഞാൻ പിന്നെ അത് നോക്കിയിട്ട് പോലും ഇല്ല. ഒന്നും അറിയാത്തതുകൊണ്ടാണ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ഇപ്പോൾ അഡ്മിഷൻ എടുത്തത്. യൂണിവേഴ്സിറ്റി സെൻട്രൽ യൂണിവേഴ്സിറ്റീസും കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്യാം. ഓരോ യൂണിവേഴ്സിറ്റിക്കും അതിൻ്റേതായ എൻട്രൻസ് എക്സാം കാണും. അങ്ങനെ പ്രൊസീജിയറാണ്. ഇത് ഒന്നുമല്ലാതെ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റേറ്റ് എക്സാംസ് നടത്തും. സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിൽ സ്റ്റേറ്റ് എക്സാംസ് നടത്തും. ഇപ്പോൾ മഹാരാഷ്ട്ര പോലുള്ള സംസ്ഥാനങ്ങളിൽ അവരുടെ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിക്ക് വേണ്ടി ഓൾ ഇന്ത്യ എക്സാംസ് നടത്തും. സോ അത് നമുക്ക് എഴുതാൻ എലിജിബിൾ ആണ്. പിന്നെ പറയുന്നത് കോഴ്സിൻ്റെ ഡീറ്റെയിൽസ്. ഇതൊരു BSc ഓണേഴ്സ് അഗ്രികൾച്ചർ എന്ന കോഴ്സാണ് ഞാൻ പഠിച്ചത്. കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിൻ്റെ കീഴിൽ 4 കോളേജസാണ് വരുന്നത്. കേരള യൂണിവേഴ്സിറ്റി മാത്രമല്ല, നമുക്ക് ഇന്ത്യയിൽ ഒരുപാട് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റീസ്, സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ഒക്കെ ഉണ്ട്. സോ നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ തന്നെ റാങ്ക് വൈസ് യൂണിവേഴ്സിറ്റീസിൻ്റെ ലിസ്റ്റ് അവൈലബിൾ ആണ്. CUETയുടെ റാങ്ക് കാർഡ് വരുമ്പോഴത്തേക്ക് നമുക്ക് യൂണിവേഴ്സിറ്റി നമുക്ക് എലിജിബിൾ ആയിട്ടുള്ള നമുക്ക് അപ്ലൈ ചെയ്തിടാവുന്നതാണ്. ഇനി ഇതൊന്നും ഇല്ലെങ്കിൽ മാത്രമാണ് നിങ്ങളൊരു പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി നോക്കാൻ പാടുള്ളൂ. നിങ്ങളെ ലാസ്റ്റ് ഓപ്ഷൻ ആയിരിക്കണം ഒരു പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി. ഞാനൊരു പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി പഠിച്ച ആളാണ്. അതുകൊണ്ട് എക്സ്പീരിയൻസിൽ നിന്ന് പറയുന്നതാണ്. കാരണം നിങ്ങളൊരു ഇൻ്റർവ്യൂ കാര്യത്തിന് പോയാൽ നിങ്ങളൊരു പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി എന്നാണ് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്കൊരു അവഗണന അവിടെ നിന്ന് നേരിടേണ്ടി വരും. പിന്നെ നിങ്ങൾ കേരളത്തിന് പുറത്താണ് പഠിക്കുന്നതെങ്കിൽ തിരിച്ച് നിങ്ങൾക്ക് PSc എക്സാമിനേഷൻ വരുമ്പോഴത്തേക്ക് കേരളത്തിലെ എല്ലാ ക്രോപ്സും നിങ്ങൾ പഠിച്ചിരിക്കണം. അപ്പം അതിന് കേരള യൂണിവേഴ്സിറ്റിയുടെ POP എന്ന് പറയുന്നൊരു ബുക്കുണ്ട്. അതിപ്പം നിങ്ങൾ കേരളത്തിലാണെങ്കിൽ ക്രോപ്സും കാര്യങ്ങളും ക്ലൈമറ്റും എല്ലാം അറിയാൻ വേണ്ടിയിട്ട് ആ ഒരു ബുക്ക് നിങ്ങൾ എന്തായാലും റീഡ് ചെയ്തിരിക്കണം. ഇനി കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ ഇതൊരു 4 വർഷത്തെ കോഴ്സാണ്. 8 സെമസ്റ്ററാണുള്ളത്. ഇതിൽ 3 വർഷം വരെ ആയിരിക്കും നമുക്ക് തിയറി ക്ലാസ്സസ് വരിക. റെഗുലറായിട്ട് കോളേജിൽ പോകുന്ന ക്ലാസ് അങ്ങനെ വരിക, പഠിക്കേണ്ട കാര്യങ്ങൾ വരിക. 3 വർഷം കഴിഞ്ഞാൽ നമുക്ക് എക്സാംസ് ഇല്ല. അത് കഴിഞ്ഞിട്ട് വരുന്ന റാബി എന്ന് പറഞ്ഞ റൂറൽ അഗ്രികൾച്ചർ വർക്ക് എക്സ്പീരിയൻസ് ആണ്. അവിടെ ഒരു 2-3 മാസം നമ്മൾ അടുത്തുള്ളൊരു വില്ലേജുമായിട്ട്, ഞാൻ കോയമ്പത്തൂരാണ്. സോ കോയമ്പത്തൂരിൽ തന്നെ ഒരു വില്ലേജിലായിരുന്നു ഞങ്ങൾ. ഒരു 3 മാസം വില്ലേജിൽ തന്നെ നടന്ന് വില്ലേജ് ഫാമേഴ്സോട് സംസാരിക്കുക, സർവേ എടുക്കുക, അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുക, നമുക്ക് അവരുടെ ഡെമോൺസ്ട്രേഷൻസ് കൊടുക്കുക, ക്ലാസ് കൊടുക്കുക. സോ എല്ലാ വർക്കും ചെയ്യുമ്പോൾ നമുക്കൊരു സെമിനാറോ പ്രസൻറ്റേഷൻസോ നമുക്ക് ഗ്രൂപ്പ് വൈസ് കോളേജിൽ തിരിച്ചു വന്നിട്ട് ചെയ്യണം. സോ അതൊരു 3-3.5 മാസത്തെ ഒരു കാര്യമായിരുന്നു. അത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് യൂണിറ്റ് അറ്റാച്ച്മെൻ്റ് എന്ന് പറഞ്ഞിട്ട് എല്ലാ ജില്ലയിലും ഒരു KVK കാണും, കൃഷി വിജ്ഞാൻ കേന്ദ്ര. ഇത്ര സ്റ്റുഡൻസിനെ ബാച്ച് ചെയ്തിട്ട് നമുക്ക് അവിടെ ഒരു 14 ദിവസത്തെയോ 20 ദിവസത്തെയോ ഒരു ട്രെയിനിങ് കാണും. ഇത് കഴിയുമ്പോഴത്തേക്ക് നമുക്കൊരു ഓൾ ഇന്ത്യ ട്രിപ്പ് അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യ ട്രിപ്പ് കാണും. ഞങ്ങൾക്കൊരു 10 days ട്രിപ്പായിരുന്നു. പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട്. പക്ഷേ നിങ്ങളൊരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയോ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഒരു 10-40 ദിവസത്തെ ട്രിപ്പ് കാണും. അപ്പം ഓൾ ഇന്ത്യ എന്നായിരിക്കും അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യ എന്നായിരിക്കും. മാക്സിമം ഒരു അഗ്രികൾച്ചർ ഗ്രാജുവേറ്റിനെ സംബന്ധിച്ച് അതൊക്കെ നിങ്ങൾക്ക് മാത്രം കിട്ടുന്ന ഒരു സ്പെഷ്യൽ ഓപ്പർച്യൂണിറ്റീസ് ആണ്. സോ അതൊക്കെ എക്സ്പ്ലോർ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഓരോ സെമ്മിലും നമുക്കൊരു 10 മുതൽ 11 സബ്ജക്ട്സ് വരെ കാണും. ഓരോന്നിനും റെക്കോർഡ്സ് കാണും. സോ നല്ല പണിയുണ്ട്, റെക്കോർഡ്സ് എഴുതാനൊക്കെ ഉണ്ട്. ഓരോ സബ്ജക്റ്റിനും നമുക്ക് ഫീൽഡ് വിസിറ്റ് കാണും. ബയോ ഫെർട്ടിലൈസർ ആണ് നമ്മൾ പഠിക്കുന്ന ഒരു സബ്ജക്റ്റെങ്കിൽ നമുക്ക് ആ ഒരു സെമ്മിൽ അതിൻ്റെ പ്രാക്ടിക്കലിന് മുന്നേ നമുക്ക് അടുത്തുള്ള ഒരു ബയോ ഫെർട്ടിലൈസർ ഫേമിൽ കൊണ്ടുപോകുക, അതിൻ്റെ പ്രാക്ടീസ്, അതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി തരിക. അങ്ങനെ ഓരോ സബ്ജക്റ്റിനും നമ്മളെ ഓരോ സ്ഥലത്ത് അത് സംബന്ധിച്ചിട്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് സ്ഥലങ്ങളിലൊക്കെ കൊണ്ടുപോകും. ഹോർട്ടിക്കൾച്ചർ നമുക്കൊരു സബ്ജക്റ്റാണ്. അങ്ങനെ ഹോർട്ടിക്കൾച്ചർ ആണെങ്കിൽ ഞങ്ങളുടെ അടുത്തുള്ള ഊട്ടിയാണ്. അങ്ങനെ ഞങ്ങൾ മൊത്തത്തിൽ ഒരു 5-6 വട്ടം നമ്മളെ ഊട്ടിയിൽ കൊണ്ടുപോയിട്ടുണ്ട് ഓരോ സബ്ജക്ട്സിൻ്റെ ഭാഗമായിട്ട്. ഇപ്പം ഒരു ട്രിപ്പിൽ തന്നെ 3-4 സബ്ജക്ട്സ് കവർ ചെയ്യുന്നതിൽ അങ്ങനെയൊക്കെ നമ്മളെ ഇങ്ങനെ ഫീൽഡ് ട്രിപ്സ് നമുക്ക് ഒരുപാടുണ്ട് ഓരോ സബ്ജക്റ്റും റിലേറ്റ് ചെയ്ത്. അത് കഴിഞ്ഞ് ക്ലാസ്സസിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 8 മണി to 5:30 വരെ ആയിരിക്കും ക്ലാസ് വരുന്നത്. ഇതിൽ എല്ലാ ദിവസവും നമുക്ക് പ്രാക്ടിക്കൽ ക്ലാസ്സസ് ആണ്. പ്രാക്ടിക്കൽ എന്ന് പറയുമ്പോഴത്തേക്ക് ഫീൽഡിൽ ഇറങ്ങി
ഫീൽഡിൽ പണിയെടുക്കുക, തിയറി ക്ലാസ്. ഇത് ഇങ്ങനെ മെർജ് ചെയ്ത് അല്ലെങ്കിൽ ലാബ് വർക്ക് ഇങ്ങനെ മെർജ് ചെയ്തിട്ടായിരിക്കും നമുക്ക് ക്ലാസ്സസ് വരുന്നത്. ഒരു 3 വർഷം അങ്ങനെ തന്നെയാണ് പോകുന്നത്. ഏത് സബ്ജക്റ്റാണ് പഠിക്കേണ്ടത് ആ സബ്ജക്റ്റിനെ റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് ഫീൽഡ് വർക്ക് ദിവസവും കാണും. ഒരു പീരീഡ് ഫീൽഡ് വർക്ക്, അടുത്ത പീരീഡ് തിയറി, ഇങ്ങനെ നമുക്ക് പീരീഡ്സ് കാണും. അതായത് നമുക്കൊരു ക്രോപ്പ് കാഫറ്റീരിയ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യണം. ഒരുപാട് കാര്യങ്ങൾ ഈ കോഴ്സിൽ വരുന്നുണ്ട്. സബ്ജക്ട്സ് പറയുകയാണെങ്കിൽ അഗ്രോണമി എന്ന് പറയുമ്പോൾ ഫീൽഡ് ക്രോപ്സിൻ്റെ മാനേജ്മെൻറ്റ്, എൻറ്റമോളജി, ഇൻസെക്റ്റിനെ പറ്റിയിട്ടുള്ള ഇൻസെക്റ്റിൻ്റെ A to Z. ഇതിൽ ഓരോ സെമ്മിലും ഓരോ ടൈപ്പ് ആയിരിക്കും. ചിലപ്പം ഫീൽഡ് ക്രോപ്പിന് വരുന്ന ഇൻസെക്റ്റ്, ചിലപ്പം അടുത്ത സെമ്മിൽ പഠിക്കാനുള്ള നമുക്ക് ബെനിഫിഷ്യൽ ഇൻസെക്റ്റ്, ഹാംഫുൾ ഇൻസെക്റ്റ്, ഇങ്ങനെ കുറേ പഠിക്കാൻ കാണും. പിന്നെ പെത്തോളജി എന്ന് പറയുകയാണ്. പെത്തോളജി എന്ന് പറയുമ്പോൾ പ്ലാന്റിൻ്റെ ഡിസീസിനെ സംബന്ധിച്ചിട്ട് അങ്ങനെ ഒരു സ്ട്രീം. ഹോർട്ടിക്കൾച്ചർ എന്നൊരു സബ്ജക്റ്റ് ഉണ്ട്. ഹോർട്ടിക്കൾച്ചർ കവർ ചെയ്യുന്നതാണ് ഈ ഫ്രൂട്ട് ക്രോപ്പ്, വെജിറ്റബിൾസ്, പ്ലാന്റേഷൻ ക്രോപ്സ്, ഇങ്ങനത്തെ ഫ്ലോറിക്കൾച്ചർ, ഇതുപോലത്തെ സബ്ജക്ട്സ് ഒക്കെ നമുക്ക് ഹോർട്ടിക്കൾച്ചറിൽ കവർ ആയി. പ്ലാന്റ് ബ്രീഡിങ്, ജനറ്റിക്സ്, ബയോടെക്നോളജി, മൈക്രോബയോളജി, കൾച്ചർ, എക്കണോമിക്സ്, അഗ്രികൾച്ചർ എക്സ്റ്റൻഷൻ, സ്റ്റാറ്റിക്സ്, ഇങ്ങനെ ഒരുപാട് സബ്ജക്ട്സ് നമുക്ക് കവർ ചെയ്യാനുണ്ട്. സിലബസ് ഭയങ്കര വാസ്റ്റാണ്. ഇതേപോലെ നമുക്ക് എല്ലാത്തിനും പ്രാക്ടിക്കൽ വർക്ക്സും കാണും. അതായത് ഇപ്പം എൻറ്റമോളജിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമുക്കിപ്പോൾ ഒരു സെമ്മിൽ ഹാംഫുൾ ഇൻസെക്റ്റ് ആണെങ്കിൽ നമുക്കൊരു ഇൻസെക്റ്റ് ബോക്സ് തരും. അതിനകത്ത് നമ്മൾ 50 ഹാംഫുൾ ഇൻസെക്റ്റിനെ പിൻ ചെയ്ത് വെക്കുക. അതിൻ്റെ പേര്, അതിൻ്റെ ഓർഡർ, അതിൻ്റെ ഫാമിലി ഒക്കെ എഴുതിയിട്ട് ഇത് നമ്മൾ പ്രാക്ടിക്കൽ എക്സാമിന് ഈ ഒരു ബോക്സും പിടിച്ചുകൊണ്ട് വേണം നമ്മൾ എക്സാമിന് പോയിട്ട് ഇത് കാണിക്കാൻ വേണ്ടിയിട്ട്. ഓരോ സെമ്മിലും ഇപ്പം ബെനിഫിഷ്യൽ ഇൻസെക്റ്റിനെ പറ്റിയാണ് ആ സെമ്മിൽ പഠിക്കാനാണെങ്കിൽ നമ്മൾ 50 ബെനിഫിഷ്യൽ ഇൻസെക്റ്റിനെ പിൻ ചെയ്തിട്ട് വേണം പോകാൻ. അടുത്തതായിട്ട് പറയുന്നത് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾ ചൂസ് ചെയ്യുമ്പോഴുള്ള കാര്യങ്ങൾ. നിങ്ങളൊരു പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയാണ് പഠിക്കുന്നതെങ്കിൽ ആദ്യം അവിടുത്തെ ആ കോഴ്സിന് ICARൻ്റെ അക്രഡിറ്റേഷൻ ആണോ നോക്കുക. മിക്കവാറും കോളേജസിനെല്ലാം നാക്കിൻ്റെ അക്രഡിറ്റേഷൻ കാണും. പക്ഷേ ICARൻ്റെ അക്രഡിറ്റേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങളൊരു പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യാവൂ. സോ നിങ്ങൾ ആദ്യം നോക്കേണ്ടത് അവിടെ ICARൻ്റെ അക്രഡിറ്റേഷൻ ഉണ്ടോ. ഫോട്ടോ കാണുന്നതല്ല, നിങ്ങൾ ക്യാമ്പസ് പോയി കണ്ടിട്ട് മാത്രമേയാണ് ഒരു പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ആണെങ്കിലും നിങ്ങൾ ചൂസ് ചെയ്യാൻ പാടുള്ളൂ. കാരണം നമ്മൾ അത്ര ഫീസ് കൊടുത്താണ് അവിടെ പഠിക്കുന്നത്. എൻറോൾ ചെയ്ത സമയത്ത് എനിക്ക് ട്യൂഷൻ ഫീസ് മാത്രം 2 ലക്ഷം ആയിരുന്നു. അത് കഴിഞ്ഞ് ഹോസ്റ്റൽ ഫീസ് 75,000 ആയിരുന്നു. പെർ ഇയറിൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ 4 വർഷമാണെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഓരോ വർഷം കഴിയുമ്പോഴും നമുക്ക് ഫീസ് കൂടിക്കൊണ്ടേ ഇരിക്കുകയാണ്. നിങ്ങൾ ചൂസ് ചെയ്യുമ്പം നിങ്ങൾ നല്ല വയസ്സായിട്ട് ചൂസ് ചെയ്യുക. പിന്നെ നിങ്ങൾ ICARൻ്റെ എക്സാം എഴുതി ക്രാക്ക് ചെയ്താണ് ഒരു അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി വരുന്നത്. അതായത് ഇപ്പം CUT PG ആണ്, അത് ക്രാക്ക് ചെയ്താണ് നിങ്ങൾ വരുന്നതെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കോളർഷിപ്പ് കിട്ടും. ഇതിൻ്റെ PG എക്സാം ഉണ്ട്, അത് ക്രാക്ക് ചെയ്താലും നിങ്ങൾക്ക് JRF കിട്ടുകയാണെങ്കിൽ ഫുൾ 2 വർഷത്തെ സ്കോളർഷിപ്പ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇനി JRF കഴിഞ്ഞിട്ട് NDS എന്ന് പറഞ്ഞ സ്കോളർഷിപ്പ് ഉണ്ട്. അതും ആ ഒരു പർട്ടിക്കുലർ ഓരോ വർഷത്തെയും കട്ട് ഓഫിനനുസരിച്ച് നിങ്ങളുടെ മാർക്ക് ക്രാക്ക് ചെയ്യുകയാണെങ്കിലും നിങ്ങൾക്ക് ആ ഒരു സ്കോളർഷിപ്പിൻ്റെ എമൗണ്ട് നിങ്ങൾക്ക് കിട്ടും. ഓപ്പർച്യൂണിറ്റീസിനെ പറ്റി പറയുകയാണെങ്കിൽ നിങ്ങളുടെ ഡൊമസൈലിൽ കേരള ആണെങ്കിൽ നിങ്ങൾക്ക് കേരള PSC എഴുതാൻ നിങ്ങൾ എലിജിബിൾ ആണ്. പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയിലാണ് പഠിക്കുന്നത്, നിങ്ങൾക്ക് കേരള PSC എഴുതണം. അഗ്രികൾച്ചറിൻ്റെ എലിജിബിലിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം സബ്മിറ്റ് ചെയ്യേണ്ടത് ഒരു കേരള യൂണിവേഴ്സിറ്റി ഇക്വലൻസി സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്യുക. സോ നിങ്ങൾക്കൊരു ഇക്വലൻസി സർട്ടിഫിക്കറ്റ് കിട്ടും. ഇക്വലൻസി സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ കേരള യൂണിവേഴ്സിറ്റി എഴുതാൻ നിങ്ങൾ എലിജിബിൾ ആയിട്ടുള്ളൂ. ലൈക്ക് അതിൻ്റെ വെരിഫിക്കേഷൻ സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾ ഇൻ്റർവ്യൂ പോകുന്ന സമയത്ത് ഒരു യൂണിവേഴ്സിറ്റി ആണെങ്കിൽ നിങ്ങൾക്ക് കേരളത്തിൽ എവിടെ ആയാലും ഒരു കേരള യൂണിവേഴ്സിറ്റിയുടെ ഇക്വലൻസി സർട്ടിഫിക്കറ്റ് അത്യാവശ്യമാണ്. BSc അഗ്രികൾച്ചർ കഴിഞ്ഞിട്ടുള്ള ഒരാൾക്ക് മാത്രം എഴുതാൻ പറ്റുന്ന PSC എക്സാംസ് ഉണ്ട്. അതിൻ്റെ ഒന്നാമത് അഗ്രികൾച്ചർ ഓഫീസർ. സോ എല്ലാ പഞ്ചായത്തിലും ഒരു അഗ്രികൾച്ചർ ഓഫീസുണ്ട്, ഒരു കൃഷിഭവനുണ്ട്. അപ്പോൾ ഇതൊരു 3 വർഷം കൂടുമ്പോഴായിരിക്കും ഇതിൻ്റെ ഒരു റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നത്. അപ്പോൾ ഒരു 300ഓളം വേക്കൻസി ആ ഒരു കാലയളവിൽ വരും. അപ്പോൾ ഓരോ വർഷം കഴിയുമ്പോൾ കോമ്പറ്റീഷൻ ഭയങ്കര ഹൈ ആണ്. നിങ്ങൾ മാക്സിമം പഠിച്ച് ക്രാക്ക് ചെയ്യാൻ നോക്കുക. ആദ്യത്തെ എക്സാം അഗ്രികൾച്ചർ ഓഫീസർ. അഗ്രികൾച്ചർ ഓഫീസർ മാത്രമാണെന്ന് ചോദിച്ചാൽ അഗ്രികൾച്ചർ ഓഫീസർ മാത്രമല്ല, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് അഗ്രികൾച്ചറിൻ്റെ കീഴിൽ വരുന്നതാണ് അഗ്രികൾച്ചർ ഓഫീസർ. അതായത് നമ്മുടെ കൃഷിഭവനിലോട്ട് റിക്രൂട്ട്മെൻറ്റ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് സോയിൽ സർവേ ഡിപ്പാർട്ട്മെൻറ്റ് കീഴിലായിട്ട് സോയിൽ സർവേ ഓഫീസർ, സോയിൽ കൺസർവേഷൻ ഓഫീസർ എന്ന 2 പോസ്റ്റും കേരള PSC വിളിക്കും. അതുമാത്രമല്ല ഇനി ഫുഡ് സേഫ്റ്റി ഓഫീസർ എന്നൊരു പോസ്റ്റ് വിളിക്കും. പക്ഷേ അത് അഗ്രികൾച്ചർ ഗ്രാജുവേറ്റ്സ് മാത്രമായിരിക്കത്തില്ല എലിജിബിൾ. ബാക്കി അഗ്രികൾച്ചർ അലൈഡ് കോഴ്സ് പഠിച്ചവരും അതിന് എലിജിബിൾ ആയിരിക്കും. അത് വിളിക്കുന്നതാണ് KS കാർഡ് ബാങ്കിൽ AO ആയിട്ട് വരും. കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ്, കേരള ലാൻഡ് യൂസ് ബോർഡിൽ അഗ്രികൾച്ചർ ഓഫീസറായിട്ട് നമുക്ക് കയറാൻ പറ്റും. അപ്പം ഇത്രയൊക്കെയാണ് PSC വിളിക്കുന്ന ഒരു ഗ്രാജുവേറ്റ് ആയിട്ടുള്ള ഒരാളുടെ വേക്കൻസീസ് എന്ന് പറയുന്നത്. മാത്രമല്ല ഇതൊക്കെ പെർമനൻറ്റ് ജോബ്സാണ്. ടെമ്പററി ജോബ്സ് നോക്കുകയാണെങ്കിൽ കുറേ റിസർച്ച് സ്റ്റേഷൻസ്, അതുപോലെ KVKയിലൊക്കെ ടെമ്പററി ആയിട്ട് പ്രോജക്റ്റ് അസിസ്റ്റൻറ്റ്, ടെക്നിക്കൽ അസിസ്റ്റൻറ്റ്, പ്രോഗ്രാം ഓഫീസർ പോലെ അഗ്രികൾച്ചർ ഗ്രാജുവേറ്റ്സിനെയൊക്കെ ടെമ്പററി കോൺട്രാക്ട് ബേസിസിൽ നമുക്ക് കയറാവുന്നതാണ്.
അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഒരു സ്റ്റേറ്റിൽ വരുന്ന അഗ്രികൾച്ചർ കഴിഞ്ഞ ഒരാളുടെ റിക്വയർമെൻറ്റ്. സെൻട്രൽ ഗവൺമെൻറ് ജോബ്സ് വരുവാണെങ്കിൽ SSCയിൽ സെലക്ഷൻ പോസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു വേക്കൻസി ഉണ്ട്. ഇത് അഗ്രികൾച്ചർ ഗ്രാജുവേറ്റ്സിന് വേണ്ടിയിട്ടായിരിക്കും. പക്ഷേ കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് അതിൽ കിട്ടുന്നത് നമുക്കൊരു PG കൂടെ ഉണ്ടെങ്കിൽ അഗ്രോണമി, എൻറ്റമോളജി, വീറ്റ് സയൻസ്, ജെനറ്റിക്സ് പോലെ ഇതൊക്കെയാണ് കോർ സബ്ജക്ട്സ്. അപ്പം ഇതിലൊരു PG കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് കുറേ കൂടെ ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് കിട്ടും. കേന്ദ്ര സർക്കാരിന് കീഴിൽ തന്നെ മിനിസ്റ്റർ ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ഫാമേഴ്സ് വെൽഫെയർ എന്ന് പറയുന്ന കൃഷി വകുപ്പിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ വർക്ക് ചെയ്യണമെങ്കിൽ ഇങ്ങനെയാണ് നമ്മൾ ജോലി മാത്രമല്ല നമ്മൾ എലിജിബിലിറ്റി. ഇതുപോലെ കുറേ ബോർഡ്സ്, കോക്കനട്ട് ബോർഡ്, റബ്ബർ ബോർഡ്, ഇതുപോലത്തെ കമ്മ്യൂണിറ്റി ബോർഡ്സ്, കോഫി ബോർഡ്, ഇതുപോലത്തെ ബോർഡ്സൊക്കെ അഗ്രികൾച്ചർ ഗ്രാജുവേറ്റ്സിനെ ലീഗൽ ഓഫീസറൊക്കെ ആയിട്ട് ക്രിപ്കോ, ഇഫ്കോ പോലുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റികളിലും അഗ്രികൾച്ചർ ഗ്രാജുവേറ്റ്സിന് ജോലി സാധ്യത ഏറെയുണ്ട്. പിന്നെ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിൽ കൊടുക്കാൻ എലിജിബിളാണ്. ഇനി ബാങ്കിങ് സെക്ടറിലോട്ട് പോവുകയാണെങ്കിൽ IBPS AFO എന്ന് പറയുന്നത് അഗ്രികൾച്ചർ ഗ്രാജുവേറ്റ്സിന് മാത്രം എഴുതാൻ പറ്റുന്ന ഒരു എക്സാമാണ്. നബാർഡ് എന്ന് പറയുന്നത് നാഷണലൈസ്ഡ് അഗ്രികൾച്ചർ ബാങ്കാണ്. സോ അത് അഗ്രികൾച്ചർ ഗ്രാജുവേറ്റ്സിനെ മാത്രമായിരിക്കും അവിടെ റിക്രൂട്ട് ചെയ്യുക. പക്ഷേ അതൊരു RRB പോലെ തന്നെ ഉള്ളൊരു എക്സാം പാറ്റേൺ ആണ് നബാർഡിൽ ഫോളോ ചെയ്യുന്നത്. ഒക്കെയാണ് അഗ്രികൾച്ചർക്ക് കിട്ടുന്ന ജോബ് ഓപ്പർച്യൂണിറ്റീസ്. സെൻട്രൽ ഗവൺമെൻറ്റിലോട് നോക്കുകയാണെങ്കിൽ വേക്കൻസീസ് ഭയങ്കര ലിമിറ്റഡാണ്. ഓരോ വർഷം കഴിയുമ്പോഴും എത്ര കുട്ടികളാണ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും പാസ് ഔട്ട് ആയി. ലാസ്റ്റ് ഇയർ റബ്ബർ ബോർഡ് വിളിച്ചപ്പം 48 വേക്കൻസീസാണ് റിപ്പോർട്ട് ചെയ്തത് ഓൾ ഇന്ത്യയിൽ. അപ്പോൾ അത്രമാത്രമാണ് കോമ്പറ്റീഷൻ. അതിൽ ആദ്യത്തെ 100-150 പേരുള്ള കുട്ടികൾ തന്നെ 400 മാർക്കിൽ 350 മുകളിൽ മാർക്ക് വാങ്ങി. അപ്പം ഒരുപാട് കോമ്പറ്റീഷൻ ഉള്ളൊരു ഫീൽഡാണ്. നിങ്ങൾ നല്ലപോലെ നിങ്ങളുടെ മാക്സിമം എഫേർട്ട് എടുത്താൽ മാത്രമാണ് ഒരു സെൻട്രൽ ഗവൺമെൻറ് ജോബിലേക്ക് നിങ്ങൾക്ക് എലിജിബിൾ ആയിട്ടുള്ളത്. ഇതുപോലെ PSCയും അത് തന്നെയാണ്. ഇപ്പം ഓരോ വർഷം കഴിയുമ്പോഴും പാറ്റേൺ സിലബസ് ഒക്കെ മാറി പക്ഷേ ഭയങ്കര ഹൈ ആണ്. സോ നിങ്ങൾ നല്ലപോലെ പ്രിപ്പയർ ചെയ്താൽ മാത്രമേ നിങ്ങൾക്കൊരു ഗവൺമെൻറ് സെക്ടർ, സ്റ്റേറ്റ് ആയാലും സെൻട്രൽ ആയാലും നിങ്ങൾക്ക് എലിജിബിൾ. കോട്ടൺ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, ജൂട്ട് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, ഇതുപോലെ ഈ ബോർഡുകൾ റിക്രൂട്ട്മെൻറ്റ് 2 വർഷം കൂടുമ്പോൾ ആയിരിക്കും നടക്കുന്നത്. എല്ലാ സൈറ്റിലും കയറി നോക്കുക, എവിടെയൊക്കെ വിളിക്കുന്നുണ്ടോ നോക്കുക. ഇത് മാത്രമല്ല, നിങ്ങൾക്ക് BSc കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയൊരു ഓപ്പർച്യൂണിറ്റി, നിങ്ങൾക്ക് MSc നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് അതിനേക്കാളും കുറച്ചും കൂടെ സ്കോപ്പ് കൂടുതലാണ്. MSc കഴിഞ്ഞ് നിങ്ങൾ പോയി നിങ്ങൾക്കൊരു നെറ്റിൻ്റെയും ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ B.Ed ഒന്നും വേണ്ട, നിങ്ങൾക്ക് നേരെ അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ട് നിങ്ങൾക്കൊരു കോളേജിൽ നിങ്ങൾക്ക് പഠിപ്പിക്കാൻ കയറാം. MSc നെറ്റും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് MSc കഴിഞ്ഞിട്ട് ARS എക്സാം എഴുതാം. അഗ്രികൾച്ചർ സയൻറ്റിസ്റ്റിൻ്റെ എക്സാമാണ് ARS എക്സാം. സബ്ജക്ട് മാറ്റർ സ്പെഷ്യലിസ്റ്റ്, അഗ്രികൾച്ചർ സയൻറ്റിസ്റ്റ് പോലുള്ള പോസ്റ്റുകൾ വരുന്നതാണ് ARSB നടത്തുന്ന എക്സാം. സോ നിങ്ങൾക്ക് MSc കഴിഞ്ഞ് ഉണ്ടെങ്കിൽ ഈ എക്സാമും ക്വാളിഫൈ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ KVKയിൽ സബ്ജക്ട് മാറ്റർ സ്പെഷ്യലിസ്റ്റ് എന്ന പോസ്റ്റിൽ കയറാൻ പറ്റും. അതുപോലെ അഗ്രികൾച്ചർ സയൻറ്റിസ്റ്റായിട്ട് നിങ്ങൾക്ക് കയറാൻ പറ്റും. സോ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അതുപോലെ ഒരുപാട് കോമ്പറ്റീഷൻസ് ഉള്ള ഫീൽഡാണ്. ഇതൊന്നുമല്ല, നിങ്ങൾക്ക് ഒരു ബിസിനസ് തുടങ്ങണം എങ്കിൽ അഗ്രി സ്റ്റാർട്ടപ്പ് പോലുള്ള നമ്മുടെ സർക്കാരും കേന്ദ്ര സർക്കാരും ഒക്കെ ഒരുപാട് ഫണ്ട് തരുന്നുണ്ട്. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് 8ാമത്തെ സെമ്മിൽ നമുക്ക് ELP, എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് പ്രോഗ്രാം എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. അപ്പം ഒരു പ്രൊജക്റ്റ് നടത്താൻ വേണ്ടി അത് 3 മാസമാണ്. ഓരോ സ്റ്റുഡൻസിനും 2 സബ്ജക്റ്റ് വെച്ചിടും. അപ്പം ഒരു ബിസിനസ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം, എങ്ങനെ ആയിരിക്കണം അതിൻ്റെ പ്രോസസ്സ്, അപ്പം നമ്മളുടെ അലോട്ട് ചെയ്യുന്ന സബ്ജക്ട്സിലോട്ടായിരിക്കും നമുക്ക് അതിലെങ്ങനെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതിനകത്ത് വരുന്ന സബ്ജക്ട്സാണ് ഇപ്പോൾ ഫുഡ് ടെക്നോളജി ഉണ്ട്. അപ്പം അതിനകത്ത് നമ്മളെ ബേക്കിങ് കാര്യങ്ങളൊക്കെ പഠിപ്പിക്കും. അതുപോലെ മഷ്റൂം പ്രൊഡക്ഷൻ ഉണ്ട്. കൂൺ എങ്ങനെ വളർത്തി വലുതാക്കി ഒരു സംവരണ രീതിയിൽ എങ്ങനെ നമ്മളെ എത്തിക്കാം എന്നൊക്കെ നമ്മുടെ കോഴ്സിൽ എല്ലാം കവർ ചെയ്ത് പോകുന്നതാണ്. എല്ലാം നമുക്ക് നല്ലൊരു എക്സ്പോഷർ ആയിരിക്കും BSc അഗ്രികൾച്ചർ എന്നുള്ള കോഴ്സിൽ. ഇതൊക്കെയായിരുന്നു എനിക്ക് സ്ഥിരം വരാറുള്ള DMs കാര്യങ്ങളൊക്കെ. ഇനി ആർക്കെങ്കിലും അഗ്രികൾച്ചറിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക. ഇത് കുറേ പേർക്കുള്ള ഡൗട്ടാണെങ്കിൽ നമ്മൾ വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ.